ഹലോ, അസ്സലാമലൈക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചെമ്പരത്തി വെച്ചിട്ടുള്ള ഷാമ്പു ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാരായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മളോട് ഷാമ്പു ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നൊക്കെ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയൊക്കെ നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു ഉത്തമമായിട്ടുള്ളൊരു ഇതാണ് ചെമ്പരത്തി. അപ്പം അതിൻ്റെ ഷാമ്പു ഉണ്ടാക്കിയിട്ട് നമ്മുടെ തലയോട്ടിലൊക്കെ പരട്ടിയിട്ടൊക്കെ കുളിയൊക്കെ കഴിയുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് തലയോടൊക്കെ നല്ലൊരു ഇതായിട്ട് കിട്ടും. അതുപോലെ തന്നെ മുടി നന്നായി വളരുകയും ചെയ്യും. പിന്നെ മുടിയൊക്കെ പൊട്ടിപ്പോണേനൊക്കെ നല്ലൊരു ഉത്തമം ഇതാണ് ഈ ചെമ്പരത്തി കൊണ്ടുള്ള ഷാമ്പു തേച്ചിട്ടൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നല്ലൊരു കുളിർമൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചെമ്പരത്തിയുടെ ഷാമ്പു ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോസ് ഇടുക, അതിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ വീഡിയോസ് കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആരും അറിയില്ല. പക്ഷേ എല്ലാവരും വീഡിയോസിനും കമൻറ്റ് ബോക്സ് നോക്കിയിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് ആണെങ്കിലും വാങ്ങുകയും ചെയ്യുക. റിവ്യൂ ഒക്കെ നോക്കുക ഓരോരുത്തർ കമൻറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാതെ നിങ്ങളെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതൊക്കെ ആ പൂവൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട്, ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ്, ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു ചെമ്പരത്തിയുടെ പൂവ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ട, ഒരു റെഡ് കളറ് വരുന്ന വരെ നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സോളം നമുക്കതിങ്ങനെ തിളപ്പിച്ചിട്ട് ആയിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ ഏകദേശം ഇത് ഒരുപാട് പ്രാവശ്യം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊക്കെ അരിച്ച് മാറ്റി എടുക്കാം. ഇനി നമ്മൾ ഫുള്ളായിട്ട് അരിച്ച് മാറ്റിയപ്പോൾ നമുക്കതൊരു 100 ml നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, 100 ml നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ്. ഇനി നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്കൊരു 10 ml അല്ലെങ്കിൽ ഒരു 20 ml നമുക്ക് വീണ്ടും മാറ്റി വെക്കാം. കാരണം നമ്മൾ ഷാമ്പൂ ബേസൊക്കെ ഒഴിച്ചതിന് ശേഷം തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നത്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി 10 ml നമുക്കതവിടെ മാറ്റി വെക്കാം. അളവ് പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. 10 ml നമ്മളവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള കണക്ക് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതേ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ എത്ര ml ആണോ നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചെങ്കിൽ അത്ര ml തന്നെയാണ് നമ്മൾ ഷാമ്പു ബേസും എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് ഇളക്കിയതിന് ശേഷം അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസും നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഷാമ്പു അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്താലാണ് നമുക്കൊരു ഷാമ്പു രൂപത്തിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ മിക്സിങ്ങിലൊട്ടും കുറയ്ക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കണ്ട, നല്ലൊരു തിക്നെസ്സിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിക്നെസ്സ് സാധാ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസ് പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തില്ല. കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസ് പിന്നെ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ നിന്നില്ല. ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണാണ് നമ്മളിതിലേക്ക് ജാസ്മിൻ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് എത്ര ബോട്ടിൽ, അപ്പം ഇനി 100 ml ബോട്ടിലാണ് ഞാനിത് നിങ്ങൾക്ക് നിറച്ച് കാണിക്കുന്നത്. അപ്പം നമുക്ക് എത്ര ബോട്ടിൽ ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കണക്കും കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സോപ്പ് ബേസ്, അതുപോലെ തന്നെ ഷാമ്പൂ ബേസ്, ഫേസ് വാഷ്, ഹാൻഡ് വാഷ്,
ഇതിൻ്റെയൊക്കെ ബേസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മെഷർമെൻറ്റ് സഹിതം കാണിച്ചു തരുന്നത്. കണ്ട 269 ഇത് ഗ്രാമോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 269 അത്രയും ഗ്രാം നമുക്ക് ഈ ഷാമ്പൂ ബേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര ബോട്ടിൽ നമുക്ക് 100 ml എത്ര ബോട്ടിലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെയൊക്കെ ലൈസൻസ് നമ്മൾ എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാത്ത കാരണമാണ് ഇത് സെയിൽ ചെയ്യാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, അവർ യൂസ് ചെയ്യണമൊക്കെ ഉണ്ട്. പുറത്തേക്ക് കൊടുക്കാനൊന്നും ആയിട്ടില്ല. ഷോപ്പുകളിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈസൻസും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോസിൽ പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് 100 ml 2 ബോട്ടിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.